ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെറൈറ്റി ഒരു ചെമ്മീൻ ബിരിയാണി എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാനൊന്നും തീരുമാനിച്ചതല്ല. എൻ്റെ മോക്ക് പെട്ടെന്നൊരു ചെമ്മീൻ ബിരിയാണി അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. അപ്പം ബിരിയാണി പിന്നെ അരി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കുറച്ച് അവൾക്ക് മാത്രം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനൊരു 10-15 ചെമ്മീൻ കാണും. പിന്നെ ഞാൻ ഒറ്റ ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അത് ബസുമതി അരിയാണ്, കുതിർത്ത് വെച്ചേക്കുവാണ് കേട്ടോ. അതുപോലെ കുതിർത്ത് വെച്ചേക്കുന്ന അരി. പിന്നെ ഞാൻ 3 സവാള എടുത്തു. കുറച്ച് നമുക്ക് വറുത്തുവിടാം, അല്ലാതെ വഴറ്റിയെടുക്കാം. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ഇതൊക്കെ അറിയാമല്ലോ, ഏലക്ക, പട്ട, 4 ഗ്രാമ്പു, പിന്നെ നമ്മൾ നാരങ്ങ നീര് അര സ്പൂണ് ഇല്ല, നാരങ്ങ കേട്ടോ. പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാല, ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒത്തിരി സ്പൈസി ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കൂട്ടാം. അപ്പം പിന്നെ ഒരു അര സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ കുരുമുളക്, പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഇടാൻ മറന്നു, പക്ഷേ അപ്പോൾ ഇപ്പോഴും ഞാനിത് ഓർത്തപ്പം ഈ വീഡിയോ ഇട്ടിട്ടുമില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൻ്റെ നമ്മൾ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞിരുന്നു. നമ്മൾ ഇച്ചിരി നല്ല രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിലും 2 ചെമ്മീനിട്ട് വേവിച്ച് ആ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്യാൻ നല്ല ഒരു മണമാണ്. കുറച്ച് നാരങ്ങ നീരോടെ ആഡ് ചെയ്യാം. ഇത് കുറച്ച് നേരം, അരമണിക്കൂറോ 1 മണിക്കൂറോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ബാക്കി കാര്യം ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് കുക്കർ ബിരിയാണി വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യ്, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അടുത്തത്. അപ്പോൾ സ്പൈസസൊക്കെ ഒരുവിധം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ, നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഒറ്റ പാത്രം യൂസ് ചെയ്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 10 മിനിറ്റിനകത്താണ് ഇത് നമ്മളെല്ലാം എടുത്ത് വെച്ചാൽ പിന്നെ 10 മിനിറ്റ് മതി. അതെല്ലാം ഒന്ന് വാടട്ടെ. ഇതെല്ലാം വാടിക്കഴിഞ്ഞ് നമുക്ക് സവാള ഇടാം. കുറച്ച് മല്ലിയില ഇടാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇടാം. നമ്മൾ കുഞ്ചി നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റുക. ഇത് നല്ലതുപോലെ വാടി വന്ന് ഇനി നമുക്ക് എന്തൊക്കെ അറിയോ, അടുക്കി പിടിക്കാൻ വെച്ച് ഇളക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മസാല വെച്ച് വെക്കുന്ന കൊഞ്ച് അത് ജസ്റ്റ് ചെറിയ തീ ഇട്ടേക്കണം. ചെറിയ തീ കിടന്ന് വാടട്ടെ. ഒത്തിരി മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി പച്ചമുളകിൻ്റെ ഇതുണ്ട്, കുറച്ച് ഗരം മസാല ഇടണം, ചേർത്താൽ മതി. ഇനി നമുക്ക് സവാളയില്ലേ അതും ഇടാം. സവാള നേരത്തെ വഴറ്റി വേണമെങ്കിൽ വെക്കാം. ഞാൻ കുറച്ചെടുത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി സവാളയും കൂടി ഇതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വാടി, അപ്പോൾ കൊഞ്ചൊക്കെ ഒരു 1/4 ഭാഗമൊക്കെ വെന്ത്. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ, ഞാൻ ഇതിനകത്ത് 1 ഗ്ലാസ്സാണ് അളന്നത്. അപ്പോൾ ഇതിൻ്റെ 1.5 കപ്പ് വെള്ളം, നമ്മൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അത് തിളച്ച വെള്ളമാണ്. അത് ഒഴിച്ച് ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തിള വരട്ടെ. എന്നിട്ട് നമുക്ക്
റൈസ് ഇടുക. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. പെട്ടെന്നായി. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വെട്ടിത്തിളച്ച് ഇനിയപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ റൈസ്, പിന്നെ നാരങ്ങ നീര്. തൈര് വേണോ ഉള്ളവർക്ക് ആഡ് ചെയ്യും, ഞാൻ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ടേക്കാം. ഇനി ഒറ്റ വിസിൽ കേട്ടോ. ഉപ്പ് നോക്കണം. ഉപ്പ് ഞാൻ അല്ല ആഡ് ചെയ്ത് ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചോണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുക്കർ ഒറ്റ വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു, താത്തിട്ട്. എയർ കളയേണ്ട, അവർ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ റൈസിൻസും നട്ട്സും കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് നെയ്ക്കകത്ത് വറുത്ത് വെച്ചു. പിന്നെ കുറച്ച് ഒരു ഉള്ളിയോളം സവാള ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ റൈസിൻസും നട്ട്സും വറുത്ത എണ്ണയ്ക്ക് എണ്ണ എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, വേറെ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. ഇത് മാത്രമേ നമ്മൾ വേറെ പാത്രം എടുത്തുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ കുക്കറിൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് വറുത്ത കോരി എടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഒറ്റ വിസിലൊക്കെ കഴിഞ്ഞ് എയർ കഴിയുന്നവരെ വെച്ചുകൊണ്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വെന്ത് ഒന്നിനും തൊടാതെ ഇരിക്കുന്നു കണ്ടോ. നല്ല വെന്ത് സൂപ്പറായിട്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ കണ്ടോ, ഒട്ടും വെന്ത് കുഴഞ്ഞില്ല, അടിക്കും പിടിച്ചിട്ടില്ല. ഉണ്ടോ, കാണാൻ പറ്റുന്നു. നമുക്ക് സെർവ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതാ റെഡി ആയിരിക്കുന്നു. ഉണ്ടോ, ചോറൊക്കെ നല്ല ഒന്നിനൊന്ന് വിട്ട് കിടക്കുന്നത് കണ്ടോ. നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കറക്റ്റ് കേട്ടോ. അപ്പോൾ ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ നല്ലതുപോലെ വെന്ത് ചെമ്മീനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് മല്ലിയില, പുതിനയിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതുപോലെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് നെയ്ത് നമ്മുടെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് പറയുക, നമ്മുടെ റൈസിൻസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ചെമ്മീൻ ബിരിയാണി. കണ്ടോ എന്ത് മനോഹരമാണ്, വളരെ ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം, 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് മതി. എല്ലാം പെട്ടെന്നൊരു ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. അപ്പം സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റോക്ക് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ 2 ചെമ്മീനോട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് നല്ല ചെമ്മീൻ്റെ ആ ഒരു നല്ല മണം വരും. ഇതൊന്നും ഞാനിപ്പോൾ മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റൊന്നും അല്ലല്ലോ. അപ്പോൾ മൂക്ക് കൊടുക്കാൻ വേണ്ടി അതൊന്നും ഞാൻ ചെയ്തില്ല. നിങ്ങളതൊക്കെ ചെയ്യുമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം കണ്ടോ, വളരെ പെട്ടെന്ന് സ്വാദിഷ്ടകരമായ ചെമ്മീൻ ബിരിയാണി റെഡിയായി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഏറ്റക്കുറച്ച് ഇതിൻ്റെ മസാലകൾക്കൊക്കെ നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇടാം. മുളക് പൊടിയൊക്കെ ഇടാം, കൂടുതലായിട്ട് ഗരം മസാല കൂടുതലായിട്ട് ഇടാം. ഞാൻ മൂക്ക് കൊടുക്കാണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ വേണ്ടത്, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.